പക്ഷെ ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എന്റെ വായിൽ അനങ്ങിയ കർത്താവേന്നാ വിളി വരിക. എന്ത്? അപ്പൊ കണ്ണനെ വിട്ടോ? എന്ത് വെച്ച് കണ്ണൻ പറ്റിയോ? കർത്താവിനോടാണല്ലോ ഇഷ്ടം. പറ കേക്കട്ടെ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് പണ്ടൊക്കെ എന്റെ അമ്മ ഇങ്ങനെ ചുണ്ടിന് ഞെട്ടിയായിരുന്നു കർത്താവേന്ന് വിളിക്കുമ്പോഴേക്കും. കർത്താവിനെ വരക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതായി ചാട്ടം. ഇപ്പഴും ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ണന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായതല്ലേ. അപ്പൊ ഞാൻ കർത്താവിൽ പിടിക്കാം. പറ ചേച്ചി പറ. അപ്പൊ ഇവിടുന്ന് കിട്ടിയതാന്നുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആദ്യമൊക്കെ കുരിശു വിട്ടിട്ട് നടക്കുകയായിരുന്നു. പിന്നെ അത് കാലക്രമേണ അതൊക്കെ ഒഴിവാക്കി. എനിക്ക് രണ്ടാമതൊരു കുരിശ് മേടിക്കണമെന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി ബാക്കിയുള്ളവർക്കാ കുരിശായത്. എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? കിട്ടിയില്ലേ? എന്തൊക്കെയായിരുന്നു? കണ്ണനെ വരക്കുന്നു, വെക്കുന്നു, ഗുരുവായൂർ പോകുന്നു, മാല ചാർത്തുന്നു, ഫോട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നു. ഹൈക്കോടതി അവസാനം കേസ് കൊടുത്തു അതിനെതിരെ. കർത്താവിനെ മാത്രമാക്കണ്ട, യൂദാസിനെയും ഭരിച്ചോ. കിടക്കട്ടെ ഒരു ഭംഗിക്ക്. കഷ്ടം.